അവളെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് ആകെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ജിയാനെ പറ്റി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അവളുടെ മരണത്തിൻ്റെ ലൈവും അവളുടെ കൂട്ടുകാർ പറഞ്ഞതും പാട്ടും ഒക്കെ കേട്ട് അപ്പോൾ എല്ലാം വിചാരിച്ചാൽ അവൾ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ബീങ് ആണെന്ന്. അങ്ങനെയൊന്നുമില്ല. ജിയാൻ ഒരു സാധാ കുട്ടിയാണ്, സാധാ ഒരു കാത്തലിക് കുട്ടി, പള്ളിയൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന സാധാ കുട്ടി. നമ്മുടെ ഫാക്സ് പാപ്പ കുറേ വർഷങ്ങൾക്ക് ഒരു യുവജന സമ്മേളനത്തിൽ പറഞ്ഞ കമൻ്റ് ഉള്ളൂ, അത് എക്സാക്റ്റ് അവളെപ്പറ്റി പറഞ്ഞത് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് വിശുദ്ധർ വേണം. വി നീഡ് സെയിൻസ്. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധർ വേണം. പാട്ട് പാടുന്ന, പാട്ട് കേൾക്കുന്ന, യാത്ര ചെയ്യുന്ന, ഫുഡ് ഇഷ്ടപ്പെടുന്ന, കൂട്ടുകൂടുന്ന, എന്നാൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ചെറുപ്പക്കാരെ വേണം, വിശുദ്ധർ വേണമെന്ന് യുവജനങ്ങൾ നോക്കി മാർപ്പാപ്പ പറഞ്ഞ അച്ചട്ടാണ് ജിയാൻ. ഇന്ന് ജീവിച്ചിരുന്ന ജിയാനെ 100, 200, 500 പേര് കണ്ടിട്ടുണ്ടായി. പക്ഷെ മരിച്ച ജിയാനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും അവർക്ക് ദൈവാനുഭവം കിട്ടുകയും ചെയ്ത് ആ കുഞ്ഞ് ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുത്ത കുഞ്ഞാണ്. അവൾ പ്രത്യേകിച്ച് +2 ഡിഗ്രി ഇപ്പോൾ ACC ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ എപ്പോഴും വിളിക്കും ഒറ്റ ഈശോ എന്നെ പറ്റി പറയുന്നത്. അവൾ എപ്പോഴും ചോദ്യം തന്നെ, ഈശോ എന്നെ പറയുന്നത്. അവൾ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ പോകണം, എവിടെ താമസിക്കണം. അവളുടെ ഞങ്ങളൊരു കോമൺ സുഹൃത്ത്, ആ ചേച്ചിയുടെ കൂടെയാണ് അവൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ. എല്ലാവരും ഈശോ എന്താ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയാണ്. ഈശോ എന്ത് ചെയ്യണമെന്ന് പറയുന്നു അത് അവൾ ചെയ്തിരിക്കും. അതാണ് ചെയ്യാനെ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ അപ്പ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും എന്താ അപ്പ എടുക്കുക, അപ്പം ഈശോ എന്നെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് ഇപ്പം പറയുന്നത്, എന്ത് പഠിക്കണമെന്ന് പറയാം, അത് ഞാൻ ചെയ്യും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈശോയുടെ ജിയാനെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ജിയാന മറിയം ജോസഫ് അല്ല, ഈശോയുടെ ജിയാനെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ജിയാനയുടെ ഈശോയുണ്ട്, അത് അതിനേക്കാൾ മനോഹരം എനിക്ക് തോന്നുന്നു. ജിയാനയുടെ ഈശോ, ഞാൻ ആ വാക്ക് എനിക്ക് കിട്ടിയത് ഞാൻ ഈ ദിവസങ്ങളിൽ കുഞ്ഞ് വയ്യാതായപ്പോൾ, ഞാൻ വിദേശത്ത് വർക്ക് ചെയ്യുകയാണ്, ഞാൻ നാട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ ICUയിൽ ഒരു 3-4 ദിവസം ഞാനും കൂട്ടിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇടവേളകളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടുമ്പോൾ തൊട്ടടുത്ത് കപ്പുച്ചിൻ ആശ്രമത്തിൽ പോയി ഞങ്ങൾ കുർബാന എഴുതാറ്. അപ്പോൾ ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോഴത്തേക്ക്, ആദ്യത്തെ ദിവസം തന്നെ കുർബാനയ്ക്ക് പോയപ്പോഴത്തേക്ക് 3-4 ബോയ്സ് കുർബാനയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അവർ നിൽക്കുമ്പോൾ അവരുടെ ആക്ഷൻസും ജസ്റ്റേഴ്സും മനസ്സിലായി, അവർ ക്രിസ്ത്യൻസ് അല്ലെന്ന് മനസ്സിലായി. കാരണം നമ്മൾ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്തു. കുരിശു വരക്കുന്നു, മുട്ടുകുത്തുന്നു, നമ്മൾ എഴുന്നേൽക്കുന്നു, കൈവിരിക്കും, അവരെല്ലാം നോക്കി ചെയ്യണം. പക്ഷെ അത് പ്രാർത്ഥന ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ജിയാന അമ്പേടി ചോദിച്ചു, ആരാത്? അപ്പോൾ അവർ വന്നു, ജിയാന ഫ്രണ്ട്സാണ്. അവർ ജിയാനയുടെ ഈശോനെ കാണാൻ വന്നതാണ്. അതിന് വലിയ മനോഹരമായ സ്റ്റോറി. ജിയാന ACC കോഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് അവൾ രാവിലെ 8:30 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞാൽ വൈകുന്നേരം ക്ലാസ് 6 മണിക്ക് കഴിഞ്ഞെങ്കിലും ഒരു 9:30 വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ മിക്കവാറൊക്കെ അത്രയും ലേറ്റ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ പൊതിഞ്ഞോണ്ട് പോകും. ആ സമയത്തൊക്കെ ഇവളെന്നും ചെയ്തിരുന്നൊരു കാര്യം, രാവിലെ ഇവിടെ കുർബാന മുടക്കത്തില്ലായിരുന്നു. ഇവിടെ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് തൊട്ടടുത്ത ആശ്രമത്തിൽ 6:15 കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചെയ്യും, ഞങ്ങൾക്ക് 8:30 ക്ലാസ്സിൽ ഇപ്പോൾ 8 മണിക്ക് എഴുന്നേക്കും, നീ എന്താണ് കുറച്ച് പേർക്കൊക്കെ ഉറങ്ങിക്കൂടെ, എന്നിട്ട് രാവിലെ ഇച്ചിരി ഫ്രഷ് ആയിട്ട് ക്ലാസ്സിൽ വന്നോളെ. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഫേവററ്റ് പേഴ്സണെ കാണാതെ എനിക്ക് ദിവസം തുടങ്ങാൻ പറ്റും. എൻ്റെ ഈശോയെ സ്വീകരിക്കാതെ എനിക്ക് ദിവസം തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവളുടെ ഫേവററ്റ് പേഴ്സണെ കാണാൻ വേണ്ടി അവർ വന്നാൽ, ജിയാനയുടെ ഈശോയെ കാണാൻ വേണ്ടി അവൾ വന്നാൽ. ഐശ്വര്യ മുമ്പിൽ കുറേ ചെറുപ്പക്കാരെപ്പോഴും വരുവായിരുന്നു. അവള് നാനാജാതി മാസത്തിൽ അതിനകത്ത് ഹിന്ദുക്കളും മുസ്ലിംകളും ക്രിസ്ത്യൻസും എല്ലാം ഉണ്ട്. ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പയ്യൻ ദൂരെ നിന്ന് ട്രാവൽ ചെയ്തൊന്ന് പയ്യൻ പറഞ്ഞു, അവളുടെ കൂടെ ഒരു പേപ്പർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കൊച്ചിയിലാകുമ്പോഴത്തേക്ക്. അവൻ പറഞ്ഞൊരു മനോഹരമായ അനുഭവമാണ്. അവൻ പറയുകയാണ്, അന്ന് ഞങ്ങൾ കൊച്ചി പഠിക്കുന്ന സമയത്ത് 6 മണിയാകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടും. 6 മണിയാകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുമ്പോഴത്തേക്ക് ജിയാനോ ഓടും തൊട്ടടുത്ത ആശ്രമത്തിലേക്ക് കുർബാന കിട്ടാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാവരും കൂടി തൊട്ടടുത്ത് സുഭാഷ് പാർക്കിലേക്ക് പോകും, ഫ്രണ്ട്സ് എല്ലാം കൂടി. എന്താ അവിടെ ഇരുന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. ജിയാന ഒരു ദിവസം അവളോട് ചോദിക്കുകയാണ്, എടാ നീ പോയി സുഭാഷ് പാർക്കിൽ പോയി മാനം നോക്കി തിരയേണ്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പള്ളിയിൽ പോയി ഈശോനെ കണ്ടുകൂടെ? ഇവിടെ പറയണം, ആ ചോദ്യം എന്നെ ഉടച്ച്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഈ പള്ളിയിൽ പോകും. അവർ തമ്മിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞു. ഈ ജിയാനയ്ക്ക് വയ്യാതായെന്ന് കേട്ടപ്പോഴത്തേക്ക് അവനോട് വന്നേക്കാണ്, ഈശോൻ എനിക്ക് തന്ന കുർബാനയ്ക്ക് പോകാൻ എന്നെ പ്രേരിപ്പിച്ച ജിയാനെ കാണാൻ എനിക്ക് വരണമല്ലോ, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഇതുപോലെ ജിയാനയുടെ ഈശോനെ കാണാൻ, ജിയാനയുടെ ഫേവറേറ്റ് പേഴ്സണെ കാണാൻ. ജിയാനയ്ക്ക് ആദ്യത്തെ മറക്കുവാനില്ല ഞാനാണ്. ജിയാന മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്ത ആശ്രമത്തിൽ പോയി അപ്രൂവ്ഡാണ് കുറച്ച് ബോയ്സോടെ, വേറെ മതസ്ഥരായ ബോയ്സ്. അവരെല്ലാം പറയാണ് ജിയാനയുടെ ഫേവറേറ്റ് പേഴ്സൺ ജീസസ് ആയിരുന്നു. അതുകൊണ്ട് ആ ഫേവറേറ്റ് പേഴ്സൺ ഞങ്ങൾക്ക് ഫേവറേറ്റ് ഉള്ളൂ, അത് കാണാൻ വന്നതാണ്. ഇതായിരുന്നു ഈ കുഞ്ഞിന്റെ മഹത്വം. ഇന്ന് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒറ്റ കാരണത്തിൽ, ജിയാനയുടെ ഈശോയുടെ ജിയാനയും. ജിയാന മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് സ്വീകരിച്ച ഭക്ഷണം ഈശോയുടെ തിരുരക്തം.
അവള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വെന്റിലേറ്ററിന് മാറ്റി നോർമലിലേക്ക് വന്നപ്പോൾ ഫുഡൊന്നും കൊടുക്കാൻ പറ്റാത്ത സമയത്തും ഓക്കെ ഈശ്വര തിരിയുടെ ഒരു ഫേവറേറ്റ് ഒരു ക്യാപ്പുച്ചിനോ അച്ഛൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവള് മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ചുംബിച്ചത് ഈശോനെയാണ്. ഞാൻ അവൾക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ഈശോയുടെ തിരിശരീരമായിട്ട് അവിടെ പോയിട്ട് അവളുടെ ചുണ്ടിൽ വെച്ച് ചുംബിച്ചത്. അവൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ചുംബിച്ചത് ഈശോയാണ്. ഈശോ ഇത്രയധികം സ്നേഹിച്ച കുഞ്ഞ് അവസാനമായിട്ട് സ്വീകരിച്ച ഭക്ഷണവും അവസാനമായിട്ട് അവൾക്ക് അന്ത്യചുംബനം കൊടുത്തുന്ന ഈശോയ്ക്കാണ്. ഞാൻ ഇവിടെ വളരെ ക്യാഷ്വലായിട്ടൊക്കെ കുർബാനയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വളരെ സാവേജ് കൊണ്ടായിട്ട് പള്ളിയിലൊക്കെ പോകാതിരിക്കുമ്പോഴും ദിസ് ഈസ് ആക്ച്വലി ചെയ്യാൻ ഇതുകൊണ്ടാണ് അത് വിശുദ്ധയാണെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. വളരെ ഓർഡിനറി ഗേൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ലവ് ഫോർ ക്രൈസ്റ്റ്, എക്സ്ട്രാ ഓർഡിനറി പ്രയോറിറ്റി ഫോർ ക്രൈസ്റ്റ്, ജീസസ് ഫസ്റ്റ്. അതായിരുന്നു ജിയാനയുടെ ഏറ്റവും വലിയ സവിശേഷത. അതാണ് ജിയാനയുടെ ഒരു വിശുദ്ധയാകുന്നത്. ജിയാനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്ക് ജിയാന ഇവിടുന്ന് വന്നു എന്ന് നമ്മൾ പറയാം. ജിയാനയ്ക്ക് ഈ ഒരു ഗുണഗണങ്ങളെല്ലാം കിട്ടുന്നത് ജിയാനയുടെ ഫാമിലിയിൽ നിന്നാണ്. ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും നല്ല ക്രിസ്ത്യൻ ഫാമിലികളിലൊന്നാണ് ജിയാനയുടെ ഫാമിലി. ചേച്ചി, ഷായിച്ചേട്ടൻ, നോയൽ, ഒരു ബ്രദറാണ് CMA. പിന്നെ കൊച്ചു ജോലി ചെയ്യുന്നു. പിന്നെ ജിയാനയുടെ ട്വിൻസിലെ മൂത്ത അന്ന, പിന്നെ ആഗോ എന്ന ആഗ്നസ്. ഇതൊരു ഭയങ്കര ഒരു ഇൻസ്പയറിങ് ഫാമിലിയാണ് അവരെ കണ്ട എല്ലാവർക്കും. ഞാൻ നന്നാലും കോളേജിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ചാപ്പച്ചൻ്റെ ആശ്രമത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ഫാമിലി പരിചയപ്പെടുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു ഗ്രേ ബൊലേറോ ഒരു ഫാമിലി മുഴുവൻ 5 പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിയാണ്. ഒരു ആത്മീയ അഴകാണ് ഇവരെല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന, പള്ളിയിലേക്ക് വരുന്നത് തന്നെ കാണാനായിട്ട്. വന്നാനും കുന്നൊക്കെ ബൊലേറോ കയറി വരുമ്പോൾ നമുക്കറിയാം അത് 5-7 പേര് വരുന്നുണ്ടെന്ന്. ജനം മരിച്ചപ്പോഴത്തേക്ക് ഒപ്പീസ് എല്ലാം ഒത്തിരി അച്ഛന്മാരുണ്ട്, അടുത്ത പള്ളികളിലൊക്കെ ഉണ്ട്. അത് ഇതിനുമ്പോൾ പറയില്ല അച്ഛനും. അപ്പോൾ ഒരു ആശ്രമങ്ങളുടെ പള്ളികളൊക്കെ അവരെല്ലാം പറയുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ ബൊലേറോ വന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആത്മീയ ആശ്വാസം, ഒരു ആത്മീയ ഒരു ബലമാണ്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ ബലമാണ്. ജോൺ പോൾ ഉണ്ടാവും വിളിച്ചതാണ് ഒരു വീടെന്ന് പറയുന്നത്, കത്തോലിക്ക ഫാമിലി എന്ന് പറയുന്നത് ഒരു കൊച്ചു പള്ളിയാണ്, കുരിശുപള്ളിയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചും ഹ്യൂമൻ ജേഷനൊക്കെ വീടിനെ വിശേഷിപ്പിക്കുന്ന ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ്. ശരിക്കും ഇവരുടെ വീടൊരു കുഞ്ഞു പള്ളി തന്നെയാണ്. ഇവർ വീട് വന്നപ്പോഴത്തേക്ക് ഞാൻ അച്ഛനാവും തൊട്ടുമാണ് അവരുടെ വീട് ഇപ്പം താമസിക്കുന്ന വീട് പണിത്. ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് വലിയൊരു മുറി അവർ ഒഴിച്ചിട്ടുണ്ട്. അത് ചാപ്പൽ എന്നാണ് വിളിക്കുന്നത്. ചാപ്പൽ എന്ന് പറഞ്ഞാൽ ഈശോനെ വെച്ച് ചാപ്പലോ കുർബാനയുടെ ചാപ്പലോ അല്ല, അത്ര പ്രാർത്ഥന അതിമനോഹരമായ ഇടമാണ്. ഒത്തിരി വിശുദ്ധരുടെ തിരിശേഷിക്കൊണ്ടൊക്കെ പലയിടത്തുള്ളതായിട്ട് ശേഖരിച്ച് വലിയ കുരിശൊക്കെ നാട്ടി ഗ്ലോബൊക്കെ വെച്ച് നമ്മുടെ മിക്കവാറും വീട്ടിൽ കാണുന്നതുപോലെ. പക്ഷെ ഇവരുടെ ഏറ്റവും പ്രയോറിറ്റി, ഇവരെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതല്ല ആ ചാപ്പലിൽ പോന്നിട്ട്. ജിയാനയുടെ ലൈഫിൽ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ആ ചാപ്പലിൽ നിന്നാണ് അപ്പനും അമ്മയും ചേർന്നെടുത്തത്. ഞാൻ ഒരിക്കലും മറക്കാത്ത എൻ്റെ ജീവിതത്തിൽ ഇവനുണ്ട്. എന്നെ ജപമാല ഭക്തിയിൽ പോലും ആഴത്തിൽ സ്വാധീനിച്ച ഇവരുടെ, ഞാൻ പണ്ട് അച്ഛനായ സമയത്ത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ജിയാനൊക്കെ 7-ലും 6-ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം അത്താഴത്തിന് വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊന്തയിലിട്ട് അത്താഴം കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ കൊന്തയിൽ ഒരിക്കലും മറക്കാത്ത ജീവിതത്തിൽ കൊന്തയാണ്. ഞങ്ങളെല്ലാവരുടെയും വീട്ടിൽ അപ്പനും അമ്മയും പുറകെ നിൽക്കുന്നു, ഞാനും സൈഡിൽ നിൽക്കുന്നു. മക്കൾ 5 പേരും മുമ്പ് നിന്നിട്ട് ജവമാല ഇരുന്നു, മുട്ടുകുത്തിയിരുന്നു, ഇരുന്നൊക്കെ ജവമാല ഇരുന്നു. ഓരോ രഹസ്യം ഓരോ മക്കൾക്ക് വേണ്ടി അർപ്പിച്ചതായിരുന്നു, ഓരോ പേര് പറഞ്ഞായിരുന്നു ഓരോ രഹസ്യത്തിലിരുന്ന്. അതൊക്കെ ഞാൻ പലതും കണ്ടിട്ടുള്ളതാണ്. എന്നെ ഏറ്റവും സ്വാധീനിച്ചതിന് ശേഷമുള്ള അമ്മ ലുത്തിനെ സമയത്ത് എല്ലാവരും മുട്ടുകുത്തിൻ്റെ അപ്പനാണ് ലുത്തിന് തുടങ്ങിയത്, കർത്താവെ കനിയണമേ. മാതാവിന്റെ 1-2 പ്രകടനങ്ങൾക്കൊക്കെ ശേഷം പെട്ടെന്ന് അപ്പം പറഞ്ഞു, വിശുദ്ധ ഔസേപ്പിതാവേ, അത് അപ്പന്റെ പേട്ടണാണ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പന് ഇഷ്ടപ്പെട്ട് 10-5 സെയിന്റ്, അതിപ്പോൾ അമ്മ തുടങ്ങി. അമ്മയുടെ പ്രിയപ്പെട്ട 10-5 സെയിന്റ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. എല്ലാവരുടെ ഓർഡറിൽ ഇങ്ങ് വരുവാണ്. ഏറ്റവും തന്നെ ആഗ്നസ് വരെ ഒരു 10-20 സെയിന്റ് വരും. ഒരു 10-100-150 സെയിൻസിന്റെ പേരെങ്കിലും അവർ ലുത്തിനെ സകല വിശുദ്ധ ലുത്തിനെ ചെല്ലുന്നുണ്ട്. ഞാൻ ചങ്കൂട്ടി പോയി, ദൈവം എനിക്ക് ഇവർ പറയും പല സെയിൻസിനെ അറിയത്തില്ല, ഇനി എനിക്ക് ചെല്ലാൻ മിച്ചമില്ല, എനിക്കറിയാവുന്ന എല്ലാ സെയിൻസിനും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ദൈവം ഇത് അവസാനം ഞാനാണല്ലോ അച്ഛനായിട്ട് ഇനി ലുത്തിനെ എല്ലാം അറിയാൻ നിന്ന് പോകും. അപ്പൊ ഭാഗ്യത്തിന് ലുത്തിന്റെ അവസാനം അപ്പൻ ചാടിക്കര് പറഞ്ഞു, കർത്താവെ അനുഗ്രഹിക്കണം, ഭൂലോകഭാവങ്ങൾ നിൽക്കുന്ന ജില്ലകൾ നിർത്തി. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ജവന്മാർ, അത്രയും മനോഹരമാണ്. ജിയൻ അതുപോലെ ഒരു നല്ല കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പൻ അപ്പനോട് പറയാമെന്ന്, ഞാൻ കുഞ്ഞിലെ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൂടെ കൊണ്ട് കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക് നിത്യാനന്ദ ഷാപ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പോകുമ്പോൾ വരിയായിട്ട് എൻ്റെ മക്കൾ കൂടെ പോരുമായിരുന്നു. അത്രയും ശക്തമായിട്ട് ഈശോനെ നോക്കി നടക്കാൻ, ഈശോയുടെ ഇഷ്ടം മാത്രം നോക്കി നടക്കാൻ, എല്ലാ ദിവസവും കുർബാന മുടങ്ങാതിരിക്കാനൊക്കെ ഉള്ള ഏറ്റവും ട്രൂ ഇൻസ്പിറേഷൻ അവരുടെ അപ്പയമ്മയൊക്കെ തന്നെയാണ്. അവർക്ക് അത്രയും നല്ലൊരു സ്പിരിച്വൽ ഫോർമേഷൻ കിട്ടുന്നതാണ്. ഞാൻ ബാല്യത്തിലൊരു സ്റ്റോറി ഞാൻ പണ്ട് ഏഞ്ചൽസ് ആർമി മാഗസിൻ വായിച്ചാക്കുന്നുണ്ട്. ഈ ഏഞ്ചൽസ് ആർമി മൂവ്മെന്റ് തന്നെ സ്റ്റാർട്ട് ആയത് ഈ ഫാമിലിയിൽ നിന്നാണ്. ഇവരാണ് ഫൗണ്ടിങ് പേരൻസ്. ഈ മക്കളാണ് ഇതിന്റെ ഏഞ്ചൽസ് ആർമി ആദ്യത്തെ പ്രോഡക്ട്സ്, ആദ്യത്തെ ഏഞ്ചൽസ്. ഈ ഏഞ്ചൽസ് ആർമി ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഏഞ്ചലും ജിയാന തന്നെയാണ്.
അപ്പോൾ ജിയാനയുടെ പഴയ ഒരു അനുഭവം ഇങ്ങനെ, ജിയാനയ്ക്ക് 2 വയസ്സോ 3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഒരു അനുഭവം, മനോഹരമായ അനുഭവം. ജിയാന ഒരു ദിവസം ഇങ്ങനെ കട്ടിലയിൽ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുറകോട്ടൊന്ന് മറിഞ്ഞു. അന്ന് പുറകോട്ട് തലയിടിച്ച് വീഴേണ്ടതായിരുന്നു, ഭയങ്കര അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ജിയാന പതുക്കെ ചരിഞ്ഞാണ് വീണത്. എന്നിട്ട് ജിയാന പെട്ടെന്ന് പറയാണ്, കാവൽമാലൊക്കെ പിച്ചു. എന്താ പിച്ചു? ഞാൻ ആ ആർട്ടിക്കിൾ വായിക്കുന്ന ആർട്ടിക്കിൾ ഹെഡിങ്ങാണ് കാവൽമാലൊക്കെ പിച്ചു, കാവൽമാല പിടിച്ചു എന്ന് വെച്ച് പറഞ്ഞാണ്. ഷീ എക്സ്പീരിയൻസ് that her guardian angel hold her not to fall. അത്രയും കുഞ്ഞുനാൾ മുതൽ ദൈവാനുഭവത്തിലും വിശുദ്ധരുടെ സ്നേഹത്തിലും ഒക്കെ വളർന്നു വന്ന കുട്ടിയാണ് ജിയാന. അതുകൊണ്ടാണ് ഈ ഒരു ഇന്ന് അവളുടെ മരണവും അവളുടെ മരണാനന്തര ദിവസങ്ങളൊക്കെ ആഘോഷിക്കപ്പെടുന്നത്. ക്രൈസ്തവ മരണം. ഞാൻ ഇന്നലെ ഒരു കൊച്ചിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ വെക്കുക. അവൾ പറയാണ്, എനിക്ക് മരണം പേടിയാണ്, പക്ഷെ ജിയാനയുടെ മരണം കണ്ടപ്പോഴത്തേക്കും മനസ്സിലായ മരണം ഉത്സവമാണ്, മരണ സന്തോഷമാണ്, മരണ പ്രതീക്ഷയാണ്, മരണം നിത്യതയിലേക്ക് പോക്കാണ്, മരണം അവസാനമല്ല. ജിയാനയുടെ മരണപ്രസംഗം പറഞ്ഞ പ്രിയപ്പെട്ട ചക്കാത്തിലെ അച്ഛൻ, വികാരി അച്ഛൻ പറഞ്ഞ വാക്ക് മനോഹരമാണ്. ജിയാന മരിച്ചു പോയതല്ല, തിരിച്ചു പോയതാണ്. ഇതൊക്കെ വിടുന്ന ഇതെല്ലാം ഒരു കുടുംബം അവർക്ക് കൊടുത്ത വിശ്വാസത്തിന്റെ ആഴമാണ്, വിശ്വാസത്തിന്റെ ആഴമാണ്. ജിയാന ഇപ്പൊ ഇത്രയും പോപ്പുലർ ആവുന്ന ഒറ്റ കാര്യം, ജിയാനയുടെ അമ്മ വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞ കമന്റ് ആണ്, ജിയാനയുടെ മരണം എൻ്റെ മോളുടെ വീട്ടിലെ ആദ്യത്തെ വെഡിങ്ങാണ്, അവൾ ഈശോയെ വിവാഹം ചെയ്യുന്ന ദിവസമാണ്. ചേച്ചിനെ ആശ്വസിപ്പിക്കാൻ വന്ന ഏതോ ഒരു സുഹൃത്തും, 100 കണക്കിൽ വന്ന് ഏതോ ഒരു സുഹൃത്തും വളരെ കാഷ്വലായി പറഞ്ഞ കമന്റ് ആരോ സോഷ്യൽ മീഡിയ എടുത്ത് വൈറലായിരുന്നു. പക്ഷെ അത് അത്ര ആഴമുള്ളൊരു കമന്റ് ആയിരുന്നു. അതൊരു കുടുംബത്തിന്റെയും ജിയാനയുടെയും വ്യക്തി ജീവിതത്തെ തൊടുന്ന. ഞാൻ ജിയാനയുടെ ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. ഇൻസ്റ്റാഗ്രാമിലെ അവളുടെ ടാഗ് ലൈൻ മൈ ബോസ് ഇസ് എ ജൂയിഷ് കാർപ്പറ്റർ. അവളുടെ വാട്സപ്പിന്റെ സ്റ്റേറ്റസ് കിടക്കുന്നത് ഓൾ മൈ ഹോപ്പ് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈശോ തന്നെ നമ്മളുടെ പ്രയോറിറ്റി. എപ്പോഴും ഈശോനെ കഴിഞ്ഞിട്ടേ വേറെന്തോ എന്ത് ഫ്രണ്ട്സും വീടും എല്ലാം ഈശോയെ കഴിഞ്ഞിട്ട് മാത്രം ഉണ്ടായിരുന്നു. ഇത്രയും ആഴത്ത് ജീവിച്ചവളെ പറ്റി, ഇത്രയും ദൈവത്തെ അറിഞ്ഞവളെ പറ്റി, ഇത്രയും ഈശോക്ക് പ്രയോറിറ്റി കൊടുത്തവളെ പറ്റി അവളെ ഏറ്റവും അറിയാവുന്ന അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, എൻ്റെ മകള് സ്വർഗത്തിൽ ഈശോയുടെ കന്യകയായിട്ട് പോയതാണ്, ഈശോയുടെ സ്വർഗത്തിൽ മണവാട്ടിയായിട്ട് പോയതാണ്. അതിന് ഏറ്റവും എനിക്കന്ന് ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അച്ഛനായ ഡിവനച്ചൻ, ജിയാനക്ക് ഒത്തിരി പ്രിയപ്പെട്ട അച്ഛനാണ്. ഡിവനച്ചൻ അവൾക്ക് വേണ്ടി പടം വരച്ചു മനോഹരമായിട്ട്. ജിയാന ഒരു വെഡിങ് ഡ്രസ്സിൽ നിൽക്കുന്നൊരു പടം, ഈശോയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം, ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് നോട്ട് ഫാന്റസി ബട്ട് റിയാലിറ്റി. എത്ര മനോഹരാന്നറിയാമോ ഈ ഒരു മരണം, ഇത്രയും നിത്യത എന്നൊക്കെ പറയാം, ഇത്ര മനോഹരാണ്. ഒരു 23 വയസ്സുള്ള കുഞ്ഞ് കടന്നു പോകുമ്പോൾ നമ്മൾ ഇത്രയും ശക്തമായിട്ട് ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അവൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ അവസാനത്തെ ഒരാഴ്ചയോളം 3-4 ദിവസം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ശരീരവും വധിച്ചുകൊണ്ട് ഞാൻ ഒരുമിച്ചാണ് വീട്ടിലേക്ക് വന്നത്, ദൂരെ യാത്ര ചെയ്ത് വന്നത്. അപ്പോഴേക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇവളുടെ വിവാഹ വസ്ത്രം സെലക്ട് ചെയ്തത്. അവൾ അണിഞ്ഞിരുന്ന, നിങ്ങൾ മരിച്ചിടയ്ക്കിന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും, മനോഹരമായ ഒരു വെഡ്ഡിങ് ഗൗൺ അവൾ അണിഞ്ഞിരുന്നത്. ഈശോയെ കാണാൻ പോകുമ്പോൾ അവൾ വെഡ്ഡിങ് ഗൗൺ അണിഞ്ഞു പോകണമെന്നുള്ള വീടിൻ്റെ തീരുമാനമായിരുന്നു. അവളുടെ ചേച്ചിയും അവളുടെ അനിയത്തിമാരും എല്ലാവരും ചേർന്നാണ് മനോഹരമായ വെഡ്ഡിങ് ഗൗൺ ഡിസൈൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഏറ്റവും ബെസ്റ്റായിട്ട് അവരെല്ലാവരും പോയി പുത്രി ഉടുപ്പ് മേടിച്ചു. എല്ലാവരും കല്യാണത്തിന് പോകുന്ന പ്രതീതിയിലാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ഭ്രാന്താ പോകും. ഈ ഭ്രാന്തിൻ്റെ പേരാണ് വിശ്വാസം, ഈ ഭ്രാന്തിൻ്റെ പേരാണ് ക്രിസ്തീയ സ്നേഹം. സ്വർഗം നോക്കി നടക്കുന്നവരൊക്കെ എന്നും വട്ടന്മാരെ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കുടുംബമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇതൊക്കെ എന്ത് ഭ്രാന്താ പറയുന്നത്, ഇവർക്കൊരു ആത്മീയമായിട്ട് വലിയ അസുഖം പിടിച്ചോ. ഒന്നുമല്ല, ശരിക്കും അവർ ഈശോ അറിഞ്ഞുകൊണ്ടും ശരിക്കും നിത്യത എന്താണ് അവർക്ക് ബോധ്യം എന്നുള്ള ഒരു കുടുംബത്തിന്റെ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ആണ്, വിറ്റ്നസ് ഓഫ് ഫെയ്ത്ത് ആണ്, അൾട്ടിമേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ജിയാന മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാണ് അവസാനമായിട്ട് കുരിശ് വെച്ചു കൊടുക്കുന്നു, മരിക്കും തൊട്ട് മുമ്പ്. അപ്പം എൻ്റെ കൂടെ അവളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അപ്പൻ, ഞങ്ങളെല്ലാവരും നിൽപ്പുണ്ട്, കുടുംബം മുഴുവൻ നിൽപ്പുണ്ട്. അപ്പോൾ ജിയാനയുടെ അപ്പൻ ഷായച്ചേട്ടൻ അവളെ കുരിശ് വരച്ചിട്ട് മാറി നിന്നിട്ടെന്ന് പറയാണ്, എന്നെ കെട്ടിപ്പിടിച്ചെന്ന് പറയണം, അച്ഛാ ഐ എം പ്രൗഡ് ടു ബി ഹിസ് ഫാദർ. ഇവളുടെ അപ്പനായതിൽ എനിക്ക് അഭിമാനം വന്നു. എന്നിട്ട് അതിനുശേഷം കുറച്ച് മണിക്കൂർക്ക് ശേഷം അദ്ദേഹം അവരുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട ഒരു മെസ്സേജ് ഉണ്ട്, ഐ എം ഹാപ്പി ടു ഇൻഫോം ദാറ്റ് മൈ ചൈൽഡ് ജിയാന വെന്റ് ബാക്ക് ടു ഹെവൻ. ഐ എം ഹാപ്പി ടു ഇൻഫോം ദാറ്റ്. അതായത് സന്തോഷത്തോടെ പറയാണ് എൻ്റെ കുഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട ഈശോയുടെ അടുക്കിലേക്ക് പോകാനുള്ളത്. അതിനേക്കാൾ വലിയൊരു ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പനും അമ്മയും പറഞ്ഞത് രണ്ടു, എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി, ഈശോയുടെ അടുക്കിലേക്ക് പോയി, സന്തോഷത്തോടെ പോയി, ആത്മാവ് പോയി. ഇതിനേക്കാൾ നല്ലൊരു പാരന്റിങ് ഗിഫ്റ്റ് കിട്ടാനുണ്ടോ, ഒരു സൗഭാഗ്യം കിട്ടാനുണ്ടോ? സ്വന്തം ദൈവത്തിന് കിട്ടിയ മക്കളെ ദൈവത്തിലേക്ക് കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ പാരന്റിങ്.
അവളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് അവളുടെ മ്യൂസിക്കാണ്. നന്നായിട്ട് പാട്ട് പാടാറ്, നല്ല ഹെവൻലി മ്യൂസിക്. ഞങ്ങളൊക്കെ ഒത്തിരി രാത്രികളിൽ ഈശോയുടെ മുമ്പിൽ നൈൻപിച്ചിരുന്നിട്ടൊക്കെ അവൾ പാട്ട് പാടാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി എല്ലാ പാട്ടിലും പാട്ടുകളും ഈശോ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടി. അവൾ സങ്കടമൊക്കെ വരുമ്പോൾ അവൾ ചെയ്തിട്ടുണ്ട്, അവൾ പാട്ട് പാടി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെ പാട്ട് പാടും. കുറേ പാട്ട് ഒറ്റയ്ക്ക് തന്നെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അവളുടെ ടിന്നിന് അയച്ചു കൊടുക്കും. അവളുടെ ഫോൺ മുഴുവൻ അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും അവൾ പാടിയ പാട്ടുകളാണ്. പാട്ട് അവൾക്ക് അത്രയും വലിയൊരു ഹീലിംഗ് കൂടിയാണ്. ഞാൻ ജിയാനെ പറ്റി ഒന്ന് രണ്ട് കുഞ്ഞ് സ്റ്റോറീസ് ഓർക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായ പിന്നെ സ്റ്റോറീസ്. ഒരിക്കലും ഞങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പം അതിനകത്ത് ഇല്ലാത്ത ഒരാളെ പറ്റി ഒരു സംസാരം വന്നു. അപ്പോൾ കൂടെ ഇരുന്ന മറ്റൊരു വ്യക്തി ആ ഇല്ലാത്ത വ്യക്തിയെ പറ്റിയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇച്ചിരി സംസാരിച്ചു. ചെറിയ കുറ്റപ്പെടുത്തൽ ടോണൊക്കെ ഉണ്ടാകും. ആ വ്യക്തിയെ പറ്റി ഒരു അബദ്ധത്തെ പറ്റി പറയുകയാണ്. അപ്പോൾ ജിയാനെ പറയാണ്, സ്റ്റോപ്പ്, ഇവിടെ ഇല്ലാത്ത ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കരുത്, അത് കുറ്റം പറിച്ചൊരു അബദ്ധീശുവാണ്, അത് മോശം. അതോടെ എല്ലാവരും സംസാരിക്കും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു ഒരു ഒരു കൺവിക്ഷനാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പറഞ്ഞൊരു ഓറ എന്നൊക്കെ പറഞ്ഞത് ഒരു സ്പിരിച്വൽ ഓറയാണ്. അവൾക്ക് ചില നിലപാടുകളുണ്ടായിരുന്നു. അതാണ് അവളെ വ്യത്യസ്തയാക്കുന്നതും ഞാൻ വിശുദ്ധി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇല്ലാത്ത ആളെ പറ്റി കുറ്റം പറയേണ്ടത് അവളാണ്. അവളുടെ നാവിനെ അവൾ അതുപോലെ പരിശുദ്ധി സൂക്ഷിച്ചു. നാവിനെയും കണ്ണിനെയൊക്കെ അവൾ അതുപോലെ പരിശുദ്ധി സൂക്ഷിച്ചു കുട്ടിയേക്കണം. എന്നെ അവൾ മിക്കവാറും വിളിക്കുന്നത് പരീക്ഷ എടുക്കാറാകുമ്പോൾ, പരീക്ഷ അവളെന്നെ പെട്ടെന്ന് ഫ്രം നോവെയർ വിളിച്ചു പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പം ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും മീറ്റിംഗിലായിരിക്കും, ചിലപ്പോൾ ട്രാവലിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എയർപോർട്ടിൽ ഇരിക്കും. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മുന്നോട്ട് ഞാനിപ്പോൾ ഒന്നും പറ്റത്തില്ല, ഇപ്പം പ്രാർത്ഥിക്കണം, അതൊരു ഓർഡർ ഇടുന്നവരാണ്. അതിനാ ഞാൻ പരീക്ഷ കയറാൻ എനിക്ക് ഇപ്പം പ്രാർത്ഥന വേണം. എനിക്ക് ഒരിക്കലും അവൾ നോ പറയാൻ പറ്റിയിട്ടില്ല. കാരണം അവളത് അധികാരത്തോടെ പറയുന്നതാണ്, എനിക്ക് പ്രാർത്ഥന വേണം, പുരോഹിത എനിക്ക് പ്രാർത്ഥന തരണം, എന്നെ അനുഗ്രഹിക്കണം. അത് അവളുടെ ഒരു 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 നിർബന്ധമായിരുന്നു. പ്രാർത്ഥന ചോദിച്ച് വാങ്ങിക്കാൻ, അനുഗ്രഹം ചോദിച്ച് വാങ്ങിക്കാൻ എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും അവരുടെ പഠനത്തിൻ്റെ സ്ട്രെസ്സിൽ ഇരുന്നപ്പോൾ അവളോട് ചോദിച്ചു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ, എനിക്ക് തലവേദന, അസുഖങ്ങൾ, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ഭയങ്കര മടുപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ PhD ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ മടുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ഒന്നുകിൽ ലാപ്ടോപ്പിൻ്റെ സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടിട്ട് ഒരു സൈഡിൽ ഞാനിപ്പോൾ അഡോറേഷൻ എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ അഡോറേഷൻ എടുത്ത് ലാപ്ടോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കും, പിന്നെ ഐ എം പ്രേയിങ് എന്ന് പറഞ്ഞ മെസ്സേജ് എഴുതിയേക്ക് അവൾക്ക് തിരിച്ച് അവളുടെ ഫോട്ടോ അല്ല, അവളുടെ ലാപ്ടോപ്പിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു. ആ ലാപ്ടോപ്പിൻ്റെ ഒരു സൈഡിൽ അവൾ വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, മറ്റേ സൈഡിൽ സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് എപ്പോഴും വിശുദ്ധ കുർബാന, അവൾ ഫുൾ ടൈം വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ എത്ര നല്ലൊരു മാതൃകയും എത്ര നല്ല അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. നമുക്ക് പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ദിലീകാരനെ ഇങ്ങനെ ഓൺലൈൻ അഡോറേഷൻ സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻ ഇട്ടിട്ട് സുഖമായിട്ട് ഈശോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈശോയുടെ ജിയാനയുടെ ഈശോ. ജിയാനയുടെ ഫ്രണ്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ജിയാനയുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വിശുദ്ധനാണ്, ഒരു മറ്റേയോ ഫെരീന, വിശുദ്ധനായിട്ടുള്ള വെനറബിളാണ്, ഇറ്റലിക്കാരൻ, 19 വയസ്സ് മരിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ. ഞാൻ വിശുദ്ധനെ പറ്റി ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വിശുദ്ധനെ പറ്റി ഒരു സമയത്ത് തന്നെ പഠിച്ചത്. അതിന് ഇൻട്രസ്റ്റിംഗ് സെയിൻ്റ് ആണ്. ആ വിശുദ്ധൻ പറയുന്നത് വാക്കുണ്ട്. വിശുദ്ധൻ പറയുന്നത് എങ്ങനെയാണ്, I am the virus of Jesus. I want to infiltrate into the life of my friends and to gain their souls for Christ. And I want to give them an incurable illness, that is love of God. ഞാൻ ഈശോയുടെ വൈറസാണ്. ആ വൈറസ് മറ്റ് ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറാൻ ആഗ്രഹിക്കുന്നു, സൈലൻ്റ് ആയിട്ട് ഒരു ഇൻക്യൂറബിൾ ഡിസീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരാണ് ഈശോയുടെ സ്നേഹം. ഞാൻ ഒരിക്കലും ചെയ്യാൻ ആ ഒരു പ്രസംഗം പറഞ്ഞു കേട്ടിട്ടില്ല, ഒരു പ്രെയർ ഗ്രൂപ്പ് പോയത് ഒരു കാര്യമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടിട്ടില്ല. ബട്ട് അവളുടെ ഇമ്പാക്ട്, ഒരു സ്പിരിച്വൽ പ്രസൻസ്, ഒരു സ്പിരിച്വൽ ഓറ, ഒരു സ്പിരിച്വൽ ബബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവളൊരു ഇൻഫെക്ഷൻസ് ആൻഡ് കണ്ടേജിയസ് മാനോട് പറ്റിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഷീ ഈസ് ആൻഡ് ഷീ വാസ് ദ വൈറസ് ഓഫ് ജീസസ്. ഒരു സംശയമില്ല, ഈശോയുടെ സ്നേഹം കൊടുക്കുന്ന ഒരു വൈറസാണ്. അവൾ മരിച്ച ദിവസം അന്ന് വൈകുന്നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി, അവളെക്കാൾ ജൂനിയറാണ്. അവൾ പറയാം, ജിയാന ചേച്ചിയെ പോലും മരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്ക് മനസ്സിൽ വന്ന് അങ്ങനെ പറയാൻ പറഞ്ഞില്ല ലൗഡായിട്ട്. ജിയാനെ പോലെ ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. മരണമല്ലല്ലോ അവൾ വിശുദ്ധരാക്കുന്നത്, ജീവിതമാണ്. ജിയാന ഇത്രയും വിശുദ്ധിയോട് ജീവിച്ചുകൊണ്ടാണ് മരണശേഷം അവൾ ഇത്രയും ആൾക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ദൈവസ്നേഹത്തിന് അഗ്നി കൊളുത്തി തന്നു. ജിയാനയ്ക്ക് ഇത്രയും പ്രാർത്ഥന കിട്ടിയത്. ജിയാനയ്ക്ക് പലരൊക്കെ ചോദിച്ചു, എന്നോട് ഒരു കൊച്ചു പയ്യൻ ചോദിച്ചാണ്, അച്ഛാ അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചു ജിയാന ചേച്ചി ഹീലാവാൻ വേണ്ടിയിട്ട്. ജിയാന ചേച്ചി എന്താണ് ഈശോ വിളിച്ചോണ്ട് പോയത്? ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ജിയാന മരിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ജിയാന മരിച്ചിട്ടില്ല, ജിയാന നിത്യതയിലേക്ക് കയറിപ്പോയാണ്. മരണത്തെപ്പറ്റി നമ്മുടെ ചിന്തകളാണ് തെറ്റ്.
അവൾ മരിച്ചതല്ല, അവൾ ഈശോയിലേക്ക് തിരിച്ചുപോയി കൂടുതൽ ശക്തയായി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ റോസാ പുഷ്പങ്ങൾ, കൊച്ചിലേസ് പറഞ്ഞ പോലെ ഞാൻ സ്വർഗത്തിലേക്ക് പോയിട്ട് അനുഗ്രഹത്തിന്റെ റോസാ പുഷ്പങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞ പോലെ ജിയാന went back to her home and being with her favorite person and she is sending flowers from heaven. അതിനെപ്പറ്റി അവസാനമായിട്ട് ഞാൻ ഒറ്റ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഷീ is a perfect Gen-Z saint. അവിടെ ഒരു കാലഘട്ടത്തിന് വിശുദ്ധ സാധാരണ കാര്യങ്ങളിലൂടെ വളരെ സാധാരണമായി ജീവിച്ച് എന്നാൽ അസാധാരണമായി ദൈവത്തിൻ്റെ പ്രാധാന്യവും ദൈവഹിതം മാത്രം നടത്തും കുർബാനയും കുമ്പസാരവും വിശുദ്ധ കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാമെന്ന് നമുക്ക് മുമ്പ് കാണിച്ചു തന്ന ഒരു സാധാ പെൺകുട്ടി. അത് മാത്രമാണ് ചെയ്യാൻ. അവൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ഭൂമിയിൽ അനേകം ചെറുപ്പക്കാർക്ക്, അവളുടെ പ്രായക്കാർക്കും അവൾ താഴെയുള്ളവർക്കൊക്കെ അവൾ വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകും. കുഞ്ഞു കാര്യങ്ങൾ അസാധാരണമായ സ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധയാകാമെന്ന് അവൾ കാട്ടിത്തരികയാണ്. അവളുടെ ചരമപ്രസംഗം പറഞ്ഞ അവൾ സിമിത്തേരിലേക്ക് വെക്കുന്ന അവസാനമായിട്ട് ഐറീനസ് പിതാവ്, അവളുടെ പ്രിയപ്പെട്ട പിതാവൻ ഐറീനസ് പിതാവ് അവളെ കാണാൻ വന്നിട്ട് അവൾക്ക് വേണ്ടി പറഞ്ഞ വാക്യം ഓർക്കുന്നത്, 39 വയസ്സിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കടന്നുപോയ ഒരു വിശുദ്ധയായ പെൺകുട്ടി ജീവിച്ച് കടന്നുപോയ അതേ മണ്ണിലാണ് 23 വയസ്സുകാരിയായ ജിയാനയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ അന്തിമ പ്രാർത്ഥന നടത്തുന്നത്. അതായത് അൽഫോൺസാമ്മ വിശുദ്ധിയായിട്ട് ജീവിച്ച് കടന്നുപോയ അതേ മണ്ണിൽ വെച്ചിട്ടാണ് ഞാനും വിശുദ്ധയായ പെൺകുട്ടിക്ക് വേണ്ടി അന്തിമ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ജിയാനയോട് പ്രാർത്ഥിക്കാം. അത് പ്രവചനം തന്നെയാണ്. ജിയാന ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധയാണ്. ജിയാന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിശുദ്ധരാകാം എന്ന് പറഞ്ഞു തന്ന ഒരു സാധാ പെൺകുട്ടിയാണ്. ഒരു വെരി ഓർഡിനറി ഗേൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ലവ് ഫോർ ഗോഡ്, എക്സ്ട്രാ ഓർഡിനറി പ്രയോറിറ്റി ഫോർ ഗോഡ്. അവൾ മരിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് അവൾക്ക് ഫൈനൽ ബ്ലെസ്സിങ് ഒക്കെ കൊടുത്തിട്ട് ഡോക്ടേഴ്സ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഫാമിലി മുഴുവൻ പുറത്ത് നിന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഞാൻ കരഞ്ഞു പോയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പോസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ജിയാന സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ അവസാന വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ജിയാന പറയാണ്, ഡോണ്ട് ഹോൾഡ് മീ ബാക്ക്. ഞാൻ ഈശോട് ചോദിച്ചു, ഈശോ എന്തിനാണ് അവളെ കൊണ്ടുപോയി? അപ്പോൾ ജിയാൻ എൻ്റെ മനസ്സെന്ന് പറയാണ്, അച്ഛാ ഡോണ്ട് ഹോൾഡ് മീ ബാക്ക്, ലെറ്റ് മീ ഗോ ടു മൈ ഫേവറേറ്റ് പേഴ്സൺ, ലെറ്റ് മീ ഗോ ടു ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ദാറ്റ് ഈസ് ഹെവൻ. എന്നെ തിരികെ വിളിക്കരുത്, ഞാൻ പൊക്കോട്ടെ. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് ഞാൻ പൊക്കോട്ടെ. നിത്യതയെപ്പറ്റി ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞു കൊച്ച്, ഈ ഒരു കുടുംബം, ഈ ഒരു AHSRന്റെ മിനിസ്ട്രി, ഇതെല്ലാം നമുക്ക് തന്നെ പ്രതീക്ഷ വരതാണ്. നിത്യതയെപ്പറ്റിയുള്ള വലിയ സ്വപ്നം, ഈശോയായിട്ടുള്ള സ്നേഹം. ജിയാന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ ജിയാനയുടെ ഈശോ, ദിസ് Gen-Z സെയിൻറ്റ് ഇവിടെ ഇനി കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് പ്രചോദനമാകും. സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ, അനുഗ്രഹത്തെ റോസാമരകൾ നമുക്ക് അയച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.